നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബുധൻ, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. ചില നക്ഷത്രക്കാരുടെ ഭാവി തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഈ ചെറിയ ഗ്രഹങ്ങൾക്ക് അവരുടെ വ്യതിയാന നിമിത്തം അല്ലെങ്കിൽ അവരുടെ സഞ്ചാര നിമിത്തം ഉണ്ടാകുന്നതാണ്. ബുധനും വ്യാഴവും വക്രഗതി സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ചില ഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന നിമിത്തം ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചില രാശിക്കാർക്ക് ഗുണങ്ങളാണെങ്കിൽ ചില ആളുകൾക്ക് വളരെയേറെ ദോഷകരമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകേണ്ടതായി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ബുധനും വ്യാഴവും വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് വളരെ ഭാഗ്യസമയമാണെങ്കിൽ ചില രാശിക്കാർക്ക് വളരെയേറെ ദോഷത്തിൻ്റെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. 3 രാശിക്കാർക്കാണ് ഇങ്ങനെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും വക്രഗതി സഞ്ചാര നിമിത്തം വളരെയേറെ ദോഷകരമായ സമയത്തിലൂടെ കടന്നു പോകേണ്ടതായി അല്ലെങ്കിൽ തരണം ചെയ്യേണ്ടതായി വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ്, ഏതൊക്കെ രാശിക്കാരാണെന്ന് നോക്കാം. അതിനുള്ള പരിഹാരം കൂടി പറഞ്ഞു തരാം. അതും കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായ ഫലം ലഭിക്കും എന്ന് പറയാൻ സാധ്യമാവുകയില്ല. അത് ഭഗവാന്റെ കയ്യിൽ മാത്രം. എങ്കിൽ പോലും നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോകും എന്ന് പറയുന്നില്ലേ, അതേപോലെ ഒന്ന് തരണം ചെയ്ത് രക്ഷപ്പെടാനായി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും വക്രഗതി സഞ്ചാര നിമിത്തം അല്പം സൂക്ഷിക്കേണ്ടതായ ആ നക്ഷത്രക്കാർ, ആ രാശിക്കാർ ആരൊക്കെയെന്ന്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതായ ബുധൻ, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ ചെറിയ തോതിലുള്ള ആ വക്രഗതി സഞ്ചാരം പോലും ചില നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുമ്പോൾ അല്പം സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാരും വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ രാശി തന്നെ തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യം 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വന്നു ഭവിക്കും. എങ്കിൽ പോലും അതിനെക്കാട്ടി വലിയ ദുഃഖങ്ങളും വന്നു ഭവിക്കാനുള്ളൊരു സാധ്യത കൂടി ബുധൻ, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാര നിമിത്തം ഉണ്ടാകുന്നതാണ്. ചെറിയ സന്തോഷങ്ങളൊക്കെയും ഈ സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നതാണ്. എങ്കിലും അല്പം ദോഷകരമായ സമയം തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിൽ തടസ്സം ഭവിക്കുന്നതായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്നതിന് അല്പം വിഘ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. സാമ്പത്തികമായി ഒരുപാട് വലച്ചിലുകൾ, കയ്യിൽ ധനമില്ലാത്ത അവസ്ഥ, ആവശ്യത്തിന് ധനം ചിലവാക്കാൻ നോക്കുമ്പോൾ കയ്യില്ലാത്ത അവസ്ഥ ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനസികമായി വളരെ പിരിമുറുക്കം, മാനസികമായി വളരെ വിഷമങ്ങൾ, മാനസികമായി വളരെ തളർന്ന അവസ്ഥയിലൂടെയൊക്കെ പോകേണ്ടതായ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനം തെല്ലുപോലും കയ്യിലില്ലാത്ത ഒരവസ്ഥയായിരിക്കും. അതായത് 5 പൈസ ചിലവിനെടുക്കാനില്ല എന്ന് പറയാറില്ലേ, അതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായ ഒരു സന്ദർഭത്തിലാണ് വ്യാഴം, ബുധൻ ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാരം നിമിത്തം ഇപ്പോൾ മുതൽ തുടങ്ങിയിരിക്കുന്നത്. സന്തോഷക്കുറവ്, പൊതുവേ ഒരു സന്തോഷക്കുറവ്, ഉറക്കമില്ലായ്മ, അലച്ചിൽ ഇതൊക്കെയും വന്നു ഭവിക്കാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് കണക്കിലെടുക്കേണ്ടതാണ്. ദുരിതങ്ങളാണ് ഇപ്പോൾ അധികം ഫലമായിട്ട് വരുന്നത്. അല്പസ്വല്പം സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ വന്നു പോകുമെങ്കിൽ പോലും ദുഃഖങ്ങളായിരിക്കും അധികവും കൂടുതൽ, അല്ലെങ്കിൽ വിഷമങ്ങളായിരിക്കും, ദാരിദ്ര്യ ദുഃഖം അല്പം സഹിക്കേണ്ടതായൊരവസ്ഥയിലൂടെയാണ് ഈ വ്യാഴം, ബുധൻ തുടങ്ങിയ ഈ ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാരം നിമിത്തം ഇപ്പോൾ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്ന സമയം. അപ്പോൾ ഇതിന് പരിഹാരമുണ്ട്, വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏത് ഗ്രഹമാറ്റം വരുമ്പോഴും ഭാഗ്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അല്പം ബുദ്ധിമുട്ടുകൾ ചില രാശിക്കാർക്ക് വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ചെയ്യേണ്ടതായ ചില വഴിപാടുകളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും. നമ്മളൊരു വിഷമഘട്ടമാണെങ്കിൽ അത് മുഴുവൻ നമ്മൾ കണ്ണടച്ചിരുന്ന് തരണം ചെയ്യണമെന്നില്ല. ചില പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, മനസ്സ് നിറഞ്ഞുള്ള ആ ഭഗവാനെ എന്നുള്ള വിളിയിൽ തന്നെ നമ്മളുടെ പകുതി മുക്കാൽ ദോഷങ്ങളെ അകറ്റിക്കളയാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ തുലാം രാശിക്കാർ അല്പം ശ്രദ്ധിക്കുക. ഈ ഒരു സമയങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട അത്യാവശ്യമാണ്. മാനസികമായി വളരെ ഒരു താഴ്ചയിലേക്ക് വീഴാതിരിക്കാൻ കൂടി ഈ ഒരു സമയത്ത്, കാരണം ഈ ഒരു കുറച്ച് 1.5 മാസത്തെ ഒരു ബുദ്ധിമുട്ടേ മുന്നിലുള്ളൂ. 2025 വളരെ ഭാഗ്യവുമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പരിഹാരമുണ്ട്. വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്ത രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അടുത്ത രാശി ധനു ആണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ആദ്യ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും വക്രഗതി സഞ്ചാരം നിമിത്തം തുടങ്ങിയിരിക്കുന്നത്.
അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണ് അല്പം ബുദ്ധിമുട്ടായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടത്. കാരണം പഠനം മുടങ്ങാനുള്ള ഒരു സാധ്യത കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ പഠനം മുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിത്തം അങ്ങ് അവസാനിക്കുക എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മാസത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് സ്കൂളിൽ പോകാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാലും അത് ഒരു മാസക്കാലമായാലും പഠനം മുടങ്ങുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ പഠനത്തിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്ക് മാറ്റേണ്ടതായ അവസ്ഥകൾ, അതായത് നമ്മളൊരു വ്യക്തിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ സഹായിക്കാമെന്നൊക്കെ, അവരിൽ നിന്ന് നമ്മൾക്ക് വാക്ക് മാറ്റേണ്ട, അല്ലെങ്കിൽ സാമ്പത്തികമായി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വാക്ക് മാറ്റേണ്ടതായ അവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മൾക്കാരെങ്കിലും സഹായിക്കാം, എന്തെങ്കിലുമൊക്കെ ധനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം, ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർക്ക് ആ ഒരു സമയത്ത് വാക്ക് മാറ്റേണ്ടതായ അവസ്ഥ വരികയെന്നത് നിമിത്തം നമ്മൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അല്പം തടസ്സങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. വിമർശനങ്ങൾ, പരിഹാസം എന്നിവയൊക്കെ കേൾക്കേണ്ടതായ ഒരു അവസ്ഥയാണ് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും വക്രഗതി സഞ്ചാരം നിമിത്തം. ചതിക്കുഴിയിൽ ചെന്ന് വീഴാതിരിക്കാൻ, അതായത് തേനൊലിച്ചുകൊണ്ടുള്ള പ്രലോഭന വാക്കുകളൊക്കെ പറയും, അതിന് പിന്നിൽ ഒരു കൂരമ്പ് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുകയില്ല. അത് നിമിത്തം നമുക്ക് ഭാവിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത്. ഗ്രഹമാറ്റം മാറുമ്പോൾ പിന്നെയും ഇത് നിമിത്തം ഉണ്ടാകുന്ന വയ്യാവേലികൾ നമ്മളെ വിട്ട് അകലണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്നേഹം കൂടി അടുപ്പം കൂടി വരുന്ന ആളുകളെ ഒന്ന് മനസ്സിലാക്കാനും, ജീവിതത്തിൽ അതുപോലെ തന്നെ കടങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടാ, ധനമില്ലാതെ വരുന്ന അവസ്ഥയാണ് എങ്കിൽ പോലും അല്പം നമ്മൾ പറയാറില്ലേ, മുറുക്കി കൊടുത്ത് ആയാലും നമ്മൾ കഴിയുമെന്ന്, ആ അല്പം ഒരു ലുബ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു തടസ്സം മാറിക്കഴിയുമ്പോൾ വളരെ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയുമായ സമയമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ധനമില്ലാത്തൊരവസ്ഥയിൽ കടം കൂടുതൽ വാങ്ങിക്കുമ്പോൾ അത് വീണ്ടും നമുക്ക് തന്നെ ഭാരമായി മാറാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ വക്രഗതി സഞ്ചാരം നിമിത്തം ഈ ഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് പരിഹാരമായിട്ട് പറയുന്നത്? ഭഗവതിയെ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നേർച്ചകളൊക്കെ നടത്തുക. ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യം കൂടി. അടുത്ത രാശി മീനം രാശിയാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് മീനം രാശിയിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും വക്രഗതി സഞ്ചാര നിമിത്തം. അതുകൊണ്ട് തന്നെ ദൂരയാത്രകൾ കഴിവതും കുറയ്ക്കാനൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ കരുതൽ കൊടുക്കേണ്ടതാണ്. ജോലിയാണ്, തിരക്കാണെന്ന് പറഞ്ഞ് ആരോഗ്യകാര്യങ്ങൾ കരുതൽ കൊടുക്കാതെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്ന ഒരു രീതിയൊക്കെ ഉള്ളവർ തൽക്കാലത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഭക്ഷ്യവിഷബാധ പോലെയുള്ള കാര്യങ്ങളൊന്നും ഏൽക്കാനോ അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്ന സമയമാണ്. ചിലപ്പോൾ ജോലി സ്ഥലത്ത് പിരിമുറുക്കം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായ അവസ്ഥ വരുന്നുണ്ട്. കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലൂടെ വരെ, അതായത് നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് കുറച്ച് ധനം കടമായി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകേണ്ടതായ സന്ദർഭങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. ശത്രുദോഷത്തിനുള്ള ഒരു ഭാഗം കൂടി ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആരുമായിട്ട് വാഗ്വാദങ്ങൾക്ക് ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സമാധാനം നഷ്ടമാകുന്ന ഒരവസ്ഥ, ശത്രുക്കൾ നിമിത്തം ഉറക്കം പോലും നഷ്ടമാകുന്ന ഒരവസ്ഥ തരണം ചെയ്തേ മതിയാവും. കാരണം വക്രഗതിയിലുള്ള ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര നിമിത്തം ഇതെല്ലാം വന്ന് ഭവിക്കുമെന്നല്ല, ഇതിലേതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ ഒരവസ്ഥ നമുക്ക് സംജാതമാകും എന്നതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു തരികയാണ്. അതേപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വിസ കിട്ടുമെന്ന് പറഞ്ഞ് നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് മനം നൊന്തിരിക്കുന്നവർക്ക് അപ്പോൾ അല്പം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. അല്പം ബുദ്ധിമുട്ട് സമയം തന്നെയാണ് ഇപ്പോൾ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും വക്രഗതി സഞ്ചാര നിമിത്തം. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചാൽ പരിഹാരം പറഞ്ഞു തരാം. ബുധനാഴ്ച ദിവസം, ഇനിയിപ്പോൾ ബുധനാഴ്ച വരികയാണ്, ബുധനാഴ്ച ദിവസം ഭവനത്തിന് തൊട്ടടുത്തുള്ള സ്ഥലദൈവമായ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഭവനത്തിന് തൊട്ടടുത്തുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും എന്നെ കരകയറ്റി തരണേ, എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അങ്ങ് എന്നെ കാത്തുകൊള്ളണേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുക. കയ്യിൽ ധനമുണ്ടെങ്കിൽ ഒരു തുളസിമാല വാങ്ങിച്ച് ചാർത്താം, അല്ലെങ്കിൽ അല്പം പാൽപ്പായസം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു പരിഹാരമായി പറയാം. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനായിട്ടിരിക്കുന്ന ആരെങ്കിലുമാണ് ഈ നക്ഷത്രക്കാർ, ഈ രാശിക്കാരെങ്കിലുമാണ് തൊട്ടടുത്ത ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഗുരുവായൂർ പച്ച നിറത്തിലുള്ള പട്ട് സമർപ്പിക്കാവുന്നതാണ്. പട്ട് സമർപ്പിക്കുന്നത് ഒരു പരിധിവരെ ഈ ബുധദോഷമൊക്കെ നമ്മളെ അകലുന്നതിന് അത് സഹായിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം ദിവസേന ഗണപതി
ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ അങ്ങനെ, അല്ലാത്ത പക്ഷം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് പൂജാമുറിയിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രമുണ്ടെങ്കിൽ അതിൽ നോക്കി, അല്ലെങ്കിൽ അല്ലാതെ തന്നെ പൂജാമുറിയിൽ ഏത് ദൈവമാണോ ഇരിക്കുന്നത്, ദേവനാണോ ഇരിക്കുന്നത്, അപ്പോൾ ആ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിക്കാൻ കൂടി നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം ഈ തടസ്സങ്ങൾ, ഈ ദുഃഖങ്ങൾ, ഈ വിഷമങ്ങളൊക്കെ നമ്മളെ നേർക്ക് കൂരമ്പായി വരുമ്പോൾ അതിനെയൊക്കെ തടഞ്ഞു കളയാൻ സാക്ഷാൽ വിനായകന്, വിഘ്നരാജന്, വിഘ്നേശ്വരന് സാധിക്കുമെന്നതിൽ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നാണ്. ഈ വിഘ്നങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ശത്രുവിനെ പോലെ എടുത്തടിച്ചു വരുന്നത് വേളയിൽ നിങ്ങളെ രക്ഷിക്കാൻ ഈ ദൈവങ്ങൾക്കൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വര ഭജനം മുടക്കാതിരിക്കുക. ഈശ്വരൻ മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ സാധ്യമാകുകയുള്ളൂ.